ഡൽഹി സ്ഫോടനത്തിൽ ലഷ്കർ-ഇ തോയ്ബ ബന്ധം പരിശോധിച്ച ഏജൻസികൾ സ്ഫോടനത്തിന് ബംഗ്ലാദേശുമായി ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ NIA പോലുള്ള ഏജൻസികൾ സംശയിക്കുന്നത്. ചെങ്കോട്ടയ്ക്ക് സമീപം ഉണ്ടായത് ചാവേർ ബോംബാക്രമണം തന്നെയാണെന്നാണ് NIA സ്ഥിരീകരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. ബൽറാം, ഗുഡ് മോർണിംഗ്. പറയൂ ബൽറാം. വെരി ഗുഡ് മോർണിംഗ് SKN. ഈ ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം ഉണ്ടായത് ഒരു ചാവേർ ബോംബാക്രമണം തന്നെയാണ് എന്ന് NIA അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ബോംബ് സ്ഥാപിച്ചിരുന്ന കാറ് അതിൻ്റെ ഉടമസ്ഥനായ അമീർ റഷീദിനെ NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ കേസിൽ NIA നടത്തിയ ആദ്യ അറസ്റ്റാണ് ഇത്. ഇയാളും ഒപ്പം തന്നെ ഈ സ്ഫോടനം സമയത്ത് വാഹനം ഓടിച്ചിരുന്ന ഡോക്ടർ ഉമർ നബിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നും നേരത്തെ തന്നെ ഗൂഢാലോചന നടത്തി അതിൻ്റെ ഭാഗമായാണ് ഡൽഹിയിലെത്തി ഇയാൾ കാർ വാങ്ങിയത് എന്നും NIA കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കേസിലെ അന്വേഷണം കൂടുതൽ ആഴങ്ങളിലേക്ക് നീങ്ങുകയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനും ബംഗ്ലാദേശുമായി ഈ സ്ഫോടനത്തിനുള്ള പങ്ക് അത് സംബന്ധിച്ചുള്ള ചില വിവരങ്ങളും NIAക്ക് നിലവിൽ കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ചിരിക്കുന്നു. അതിൽ നിർണായകമായ വിവരം കഴിഞ്ഞ മാസം ഈ ലഷ്കർ-ഇ തോയ്ബ ഭീകരൻ സെയ്ഫുള്ള സെയ്ഫ് ബംഗ്ലാദേശിൽ എത്തി അവിടുത്തെ ഭരണകൂടം ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു. ഈ ഒരു സന്ദർശനത്തിന് ഈ സ്ഫോടനവുമായി ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിലെ ചില ഭീകരവാദ ബന്ധമുള്ള ആളുകളുമായി ഈ ലഷ്കർ-ഇ തോയ്ബയ്ക്ക് ബന്ധമുണ്ട് എന്ന് നേരത്തെ തന്നെ കണ്ടെത്തുകയും 2020 അത്തരത്തിൽ ഈ ലഷ്കർ-ഇ തോയ്ബയുടെ 20ഓളം സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് താനിയ പ്രവീൺ എന്ന ഒരു വ്യക്തിയാണ്. ഇവർക്ക് ഈ നിലവിൽ അറസ്റ്റിലുള്ള ഈ വൈറ്റ് കോളർ ഭീകര സംഘവുമായി ബന്ധപ്പെട്ട ചിലരുമായി ഇവർ ആശയവിനിമയം നടത്തിയിരുന്നു എന്നതിൻ്റെ സൂചനകൾ NIAക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലും നടന്നു വരികയാണ്. നിലവിലിപ്പോൾ ഈ പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത ജയിലിൽ കഴിയുന്ന 3 പേരെ NIA ഇതിനകം ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇവരുമായി ഉള്ള കൂടുതൽ ബന്ധങ്ങൾ ഇതിലൂടെ പുറത്തുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യവ്യാപകമായി തന്നെ പടർന്നു കിടക്കുന്ന ഒരു ശൃംഖല ഇവർക്കുണ്ടോ എന്ന കാര്യമാണ് NIA ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.